പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാന സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല തണുപ്പാണ്. ഈ തണുപ്പിനിടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ വചനം നൽകി നമ്മളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 18 അധ്യായം 28 തിരുവചനം. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങെൻ്റെ പ്രകാശമാണ്, ആ പ്രകാശത്തിൽ എൻ്റെ അന്ധകാരം വകഞ്ഞു മാറ്റപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയ ഒരു നിലപാടിനെ കുറിച്ചാണ് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുക, അവിടുത്തെ മുഖത്താണ് പ്രകാശം, ആ പ്രകാശത്തിൽ നമ്മൾ പങ്കുപറ്റുക. ഈശോയെക്കുറിച്ചാണ് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 12 തിരുവചനം പഠിപ്പിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും, ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈശോയാണ് നമ്മുടെ ജീവൻ്റെ പ്രകാശം. ആ ഈശോയെ നോക്കി ജീവിക്കുമ്പോഴാണ് സന്തോഷവും പ്രകാശവും നമ്മിൽ നിറയുന്നത്. ദൗർഭാഗ്യം എന്ന് പറയേണ്ടു, നമ്മളിൽ പലരും ആ ദൈവപ്രകാശത്തിന് പിന്തിരിഞ്ഞു നിൽക്കുന്നവരാണ്, അതിനെതിരെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എതിരെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രകാശം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അറിയാതെ തന്നെ നമ്മുടേതായ ഒരു നിഴൽ രൂപപ്പെടും. നിഴൽ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് ആത്മീയ അർത്ഥത്തിലാണ്. എന്താണ് ഈ നിഴൽ? പ്രിയപ്പെട്ടവരെ, നിഴൽ നമ്മുടെ ഇല്ലായ്മകളാണ്, കുറവുകളാണ്, ഇന്നലകളിലെ കൈപ്പേറിയ ഓർമ്മകളാണ്. അത് ഇരുണ്ടതാണ്. നമ്മൾ ആ നിഴലിനെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങും. എന്നാൽ നേരെ തിരിഞ്ഞ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാശം നമ്മിലേക്ക് നിറയാൻ തുടങ്ങും. നിഴൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തില്ല. എന്നാൽ നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിഴൽ നമ്മളെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. എന്തിനെന്നറിയോ? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാനുള്ള തീരുമാനം. സങ്കീർത്തകൻ 34 അധ്യായം 4 വചനം പഠിപ്പിക്കുന്നു, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ നിഴൽ മൂലം, ഇന്നലകളിലെ കൈപ്പേറിയ ഓർമ്മകൾ മൂലം, ഭയങ്ങൾ മൂലം നമ്മുടെ ഉള്ളിലുള്ള സകല ബന്ധനങ്ങളിൽ നിന്നും യേശു നമുക്ക് വിടുതൽ നൽകട്ടെ. കാരണം യേശു ആകുന്ന പ്രകാശം. സങ്കീർത്തനം 27:1 നമ്മുടെ മുമ്പിൽ നൽകുന്നു. സങ്കീർത്തനം 27:1 വലിയ ഒരു ആത്മീയ ഉൾക്കാഴ്ചയാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ജീവിതത്തിൻ്റെ നിഴലിൻ്റെ മുമ്പിൽ, ഭയത്തിൻ്റെ മുമ്പിൽ അസ്വസ്ഥപ്പെടുന്ന ഓരോ ആത്മാവിനോടും സങ്കീർത്തകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെ ഭയപ്പെടണം. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവസമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.